യേശുവിൻ നാമം മനോഹരം, എത്ര മാധുര്യം. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. വിണ്ണിന്നു താഴെ മണ്ണിന്നു മീതെ വേറൊരു നാമമില്ല. പാവന ജീവനകി ആമിയെ രക്ഷിപ്പാനായി ആസരൂപം പൂണ്ടു ആരിൽ വന്ന നാഥ. പാവന ജീവനകി ആമിയെ രക്ഷിപ്പാനായി സ്വരൂപം പൂണ്ടു ആരിൽ വന്ന നാഥ. നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നാമം ഘോഷിക്കും ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നാമം ഘോഷിക്കും ഞങ്ങൾ. വന്നിടുക നീ ഞങ്ങൾ തൻ മധ്യേ ആശിഷമേകിടാനായി. വന്നിടുക നീ ഞങ്ങൾ തൻ മധ്യേ ആശിഷമേകിടാനായി. തുടർന്ന് നാം ഒരു അനുഭവ സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ മഹാത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരുന്നതിനേക്കാൾ അധികമാണ്. ലൂസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിസ്മയകരമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ പ്രസക്തങ്ങളായ ചിലത് ഇപ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്നതാണ്. കോതമംഗലത്തിനടുത്തുള്ള തങ്കളം എന്ന സ്ഥലത്തുള്ള സെന്റ് ജോസഫ് കോൺവെന്റിൽ ഒരു കന്യാസ്ത്രീയാകാൻ പഠിക്കുന്ന കാലത്ത് കർത്താവിന്റെ ഒരു പ്രത്യേക സന്ദർശനം ഉണ്ടാകുകയും അങ്ങനെ മഠം വിട്ടു പോരുകയും ചെയ്തു. ആ സാക്ഷ്യം തുടർന്ന് ചില നിമിഷങ്ങൾ നാം കേൾക്കാൻ പോകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കോതമംഗലത്തിനപ്പുറം വടാട്ടുപാറ എന്നൊരു സ്ഥലമാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. എനിക്ക് അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കുടുംബത്തിൽ 6 മക്കളിൽ ഇളയവളായിട്ട് ഞാൻ വളർന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനമില്ലായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചും തമ്മിലുള്ള ഐക്യത കുറവുകൊണ്ട് ഞങ്ങൾ 6 മക്കൾ വളരെയധികം സമാധാനമില്ലായ്മ അനുഭവിച്ചു. ഞങ്ങൾ പലരും അവരെ ഉപദേശിക്കുവാനായിട്ട് നോക്കി, അവിടെ ഒന്നും ഒരു പരിഹാരമുണ്ടായില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കണക്കിന് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ടീച്ചർ, വിജയമ്മ എന്ന് പറഞ്ഞ ടീച്ചർ, ഇപ്പോൾ പെരുമ്പാവൂരുണ്ട്, വിജയമ്മ എന്ന് പറഞ്ഞ ടീച്ചർ ഞങ്ങളുടെ വീടിനടുത്ത് വന്ന് താമസിച്ചു. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ ടീച്ചറുമായിട്ട് പരിചയപ്പെട്ട അനന്തരം എന്നോട് പറഞ്ഞു, ലൂസി ഇങ്ങനൊരു ടീച്ചറുണ്ട്, അവിടെ ട്യൂഷന് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ട്യൂഷന് പോയി. ഞാനവിടെ ചെന്നപ്പോൾ ടീച്ചർ ഒരു പെന്തക്കോസ്തുകാരിയായിരുന്നു. ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ടീച്ചർ എന്നോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ആദ്യം എനിക്ക് ഭയങ്കര ഒരു ടീച്ചറുടെ ഒരു കോപമൊക്കെ എനിക്ക് തോന്നി. അതിനുശേഷം എന്നെ എടുത്ത് വായിപ്പിച്ച വചനം ഇതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും എന്നുള്ള ആ വചനം. എനിക്ക് ആദ്യം ടീച്ചറോട് പിണക്കം തോന്നി, എങ്കിലും ദൈവത്തിന് എന്നോട് കരുണ തോന്നി. ആ വചനം ഗ്രഹിക്കുവാൻ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ടീച്ചർ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ടീച്ചർ എനിക്ക് രക്ഷാവചനം ചൊല്ലി തന്നു. ഞാൻ എൻ്റെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വരും. പിന്നെ ദൈവത്തിന്റെ ആത്മാവാണ് അങ്ങനെയുള്ളവരെ മുൻപോട്ട് നടത്തുന്നത്. ദൈവത്തിന്റെ കരുണയാൽ എന്നെ എൻ്റെ ദൈവം മുൻപോട്ട് നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിക്കുന്നൻ അച്ഛന്റെ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് ധ്യാനം വന്നു. 5 ദിവസത്തെ കരിസ്മാറ്റിക് ധ്യാനമാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് എൻ്റെ മൂത്ത സഹോദരി മോളി രോഗത്താൽ ഭാരപ്പെട്ട് യൂട്രസിൽ ഒരു മുഴ വന്ന ഓപ്പറേഷന് ശേഷം അവൾ തീരാ രോഗിയായി മാറി. ഇങ്ങനെയിരിക്കും നമ്മൾക്കെല്ലാം അറിയാം. എൻ്റെ അയൽക്കാരാണ് കുട്ടിയച്ചൻ എന്ന് പറയും, പാട്ടുകാരൻ കുട്ടിയച്ചൻ ചേട്ടൻ, കുട്ടിയൻ ചേട്ടൻ, ചാക്കോൻ ചേട്ടനൊക്കെ ഞങ്ങൾ നെയ്ബേഴ്സാണ്.
അപ്പോൾ അവിടെ ഈ ചാക്കോച്ചൻ ചേട്ടൻ പോയി കൂടിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, മോളിയെ നിങ്ങൾ കരിസ്മാറ്റിക് ധ്യാനത്തിന് കൊണ്ടുപോകും, അവിടെ രോഗികളെ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ കരുണയാൽ എൻ്റെ മൂത്ത സഹോദരിയെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയി. ആ കരിസ്മാറ്റിക് ധ്യാനത്തിൽ വെച്ച് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം ഞാനും പോയി. 5 ദിവസത്തെ കരിസ്മാറ്റിക് ധ്യാനമായിരുന്നു. 5 ദിവസവും അനുഗ്രഹമായിരുന്നു. 5ാമത്തെ ദിവസം അഗസ്റ്റിൻ പള്ളിക്കുന്നനച്ചൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കരമായ ശക്തി എൻ്റെ മേലിറങ്ങി. അന്യഭാഷ കിട്ടിയില്ല, ശക്തി എനിക്ക് കിട്ടി. വലിയ സന്തോഷമായി തീർന്നു. അന്നേരത്തെ എൻ്റെ അറിവിൽ എൻ്റെ ചിന്ത അതാണ് ഏറ്റവും വലിയ അനുഭവം എന്നാണ്. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല അനുഭവം. ദൈവം എന്നെ മുൻപോട്ട് നടത്തി. വടാട്ടൂർ സെന്റ് മേരീസ് ഇടവകയിൽ കുർബാനയ്ക്ക് ഞാൻ പാട്ട് പാടുമായിരുന്നു. അതുകൊണ്ട് ഏത് ഇടവക വികാരി വന്നാലും കന്യാസ്ത്രീമാർ വന്നാലും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കോതമംഗലം ധർമ്മഗിരിയുടെ ഒരു ബ്രാഞ്ച് മഠം വടാട്ടുപാറ വന്നു. 2 സിസ്റ്റേഴ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജോർജ് അമ്മ, സിസ്ലി അമ്മ എന്ന് പറഞ്ഞ 2 സിസ്റ്റേഴ്സ്. അന്നേരത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന തെറ്റാന്ന് വിഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. മാതാവില്ല, വിഗ്രഹങ്ങളൊന്നുമില്ല, യേശു മാത്രം. യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. പക്ഷെ ഇതൊന്നും ആരോടും പറയാൻ നിവൃത്തിയില്ല. ആരോട് പറയാൻ പറ്റും? അങ്ങനെ ഒളിവിൽ കഴിയുകയാണ്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തുണ നിന്നു. സിസ്റ്റേഴ്സ് വീട്ടിൽ വന്ന് അപ്പച്ചനോട് ചോദിച്ചു, കുഞ്ഞമ്മേട്ടാ ലൂസിയെ ഞങ്ങൾക്ക് മഠത്തിലേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മഠം എന്തോന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് ഇത്രയും മാത്രം അറിയാം. അതുപോലെ തന്നെ ധർമ്മേരി സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല വെള്ള ഉടുപ്പാണ്, ഹല്ലേലൂയ, നല്ല വൃത്തിയായിട്ട് നടക്കാം. ഞാനാണ് ഒരു കൃഷി കുടുംബത്തിലാണ് ആയിരിക്കുന്നത്. എപ്പോഴും ചെറുതും വലുതുമായ കൃഷിപ്പണികളാണ്. അപ്പം ഞാനോർത്തു ആ മഠത്തിൽ പോയെങ്കിൽ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അത്രയേ അറിവേ ഉള്ളൂ. പക്ഷെ എന്നെ മഠത്തിൽ കൊണ്ടുപോയത് തന്റെ ശക്തി തന്നെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. ശക്തിയുടെ ഒരളവ് ഒന്ന് പകരേണ്ടതിന് വേണ്ടി എന്നെ മഠത്തിൽ കൊണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്രമിച്ച് തങ്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ജോസഫ് മഠത്തിൽ ചെന്ന് കന്യാസ്ത്രീ ആകുവാനായിട്ട് ചേർന്നു. മഠത്തിലാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ റിക്രിയേഷൻ എന്ന് പറയും. അപ്പൊ സിസ്റ്റേഴ്സ്, ഇതര മഠത്തിൽപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം അന്ന് മഠത്തിൽ വരും. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ കല, ഡാൻസ്, പാട്ട്, ഫാൻസി ഡ്രസ് എന്തൊക്കെയാണോ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഇതൊക്കെ കളിച്ച് രസിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അതിനിടയിൽ ഒരു സംഭവം നടന്നു. എൻ്റെ കസ്മാറ്റിയിൽ പോയി എൻ്റെ മൂത്ത ചേച്ചിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിട്ട് അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു രാത്രി ഇടപെട്ട് അവള് തന്നെ സ്വർണ്ണമൂരി പള്ളിയിൽ പോക്ക് നിർത്തി അവള് വീട്ടിലിരിപ്പായി. ഈ പറഞ്ഞ പോലെ റിക്രിയേഷൻ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ വളരെ ഗൗരവമായിട്ടാണ്, വളരെ സ്നേഹിച്ചിരുന്ന ജോർജിയാമ്മ, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോട് സംസാരിച്ചിരുന്ന ജോർജിയാമ്മ സിസ്റ്റർ അന്ന് രാത്രി മുഖം ഗൗരവമാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ലൂസി ചേച്ചി മോളി പള്ളി വരുന്നില്ല, കമ്മലും മാലയും ഊരി, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞു. മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൈകൂപ്പി പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററേ എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു. അതിനനുസരിച്ച് ഉറങ്ങാൻ വേണ്ടി ആസ്പിറൻസി ബാച്ച് 2ാം നിലയിൽ 3 ലൈൻ ബെഡ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഓരോ ബെഡിനും ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് 3 ലൈൻ ബെഡ് ആസ്പിറൻസി ബാച്ചിന്റെ. സിസ്റ്റർ പറഞ്ഞോർത്ത് ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സിസ്റ്ററിന്റെ മുഖഭാവം, കുഞ്ഞു പ്രായമല്ലേ, സിസ്റ്ററിന്റെ മുഖഭാവമാണ് എനിക്ക് ഒട്ടും. പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി എന്റെ ബെഡിൽ ചെന്നിരുന്നു, കരയുവാനായിട്ട് തുടങ്ങി. സിസ്റ്റർ പറയും, ലൂസി ചേച്ചി മോളി പള്ളി വരുന്നില്ല, നിങ്ങളുടെ കമ്മലമാല ഊരി, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. അതെന്റെ കാതുകളിലേക്ക് മുഴങ്ങുകയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്റെ മേൽ വന്നു. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളോട് എതിരെ ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവകൃപ അനുഭവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആ പറഞ്ഞ വാക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുകയും ഞാൻ കരയുവാനായിട്ട് തുടങ്ങി. കരഞ്ഞ് എനിക്ക് കരച്ചിൽ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് നിർത്തണമെന്നുണ്ട്. അതിനുശേഷം ഞാൻ കിടന്നതിന് ശേഷവും കരയുകയാണ്. അങ്ങനെ കരഞ്ഞ് അന്ന് രാത്രി എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഇങ്ങനെയാണ്. അങ്ങ് അരികിൽ കിടക്കുന്ന എൻ്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വന്നിട്ട് എൻ്റെ ശരീരം ഒരു കല്ലെടുത്തെറിയുന്ന പോലെ എൻ്റെ ശരീരം തെറിച്ച് ഈ 2ാമത്തെ ലൈനിലുള്ള ബെഡിന്റെ ഡിസ്റ്റൻസിൽ കൊണ്ടുവന്ന് എന്നെ മുട്ടുകുത്തി നിർത്തി. അതിനുശേഷം പ്രൈസ് ലോർഡ്, കന്യാസ്ത്രീ മഠത്തിലെ അർദ്ധരാത്രി സ്വരമേത്തി ഹല്ലേലൂയ പറയുവാനുള്ള പെർമിഷൻ ഇല്ല. എന്നാൽ അന്ന് രാത്രി എന്റെ കരം പരിശുദ്ധാത്മ ശക്തി ഉയർത്തി 3 പ്രാവശ്യം എന്റെ പൂർണ്ണ ശബ്ദത്തിൽ ഹല്ലേലൂയ അലറി ഭയങ്കര ശബ്ദത്തിൽ ഞാൻ ഹല്ലേലൂയ പറഞ്ഞു.
എൻ്റെ ദൈവം എന്നെ സന്ദർശിച്ച രാത്രിയായിരുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം ഞാൻ മുട്ടേന്ന് എഴുന്നേറ്റു, എൻ്റെ ബെഡേ ചെന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, കാരണം മഠത്തിൽ നിയമം തെറ്റിച്ചാൽ പറഞ്ഞു വിടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ബെഡിൽ ചെന്നിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, നാളെ അപ്പച്ചനോട് എൻ്റെ മൂത്ത സഹോദരൻ പൗലൂസ് വരാൻ പറയും, ലൂസിയെ കൊണ്ടുകൊള്ളാൻ പറയും. മോർണിംഗ് 4 മണിക്കാണ് മഠത്തിൽ ബെല്ലടിക്കുന്നത്. ഞാൻ എഴുന്നേറ്റപ്പോ കോതങ്കലം ധർമ്മഗിരിയുടെ ഭയങ്കര മഠമാണത്. ഞാൻ പറഞ്ഞ ഹല്ലേലൂയയുടെ ശബ്ദം അവർക്കെല്ലാം കേൾക്കത്തക്ക രൂപത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത്ര അലറി വിളിച്ചാണ് ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്. അതിനുശേഷം രാവിലെ മോർണിംഗ് കുർബാനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരു പ്രായമുള്ള സിസ്റ്റർ ഇങ്ങനെ കൊന്ത ഉരുട്ടി അങ്ങ് പോവുക. ഞാൻ സിസ്റ്റർ എടുത്ത് എന്നിട്ട് മുഖത്തൊക്കെ, സിസ്റ്ററെ രാത്രി ഒരു ശബ്ദം കേട്ടോ സിസ്റ്ററെ, ഒരു വലിയ ശബ്ദം കേട്ടോന്ന്. ഞാനീ പറഞ്ഞ ഹല്ലേലൂയ കേട്ടോന്നായി ചോദിക്കുന്നത്. സിസ്റ്റർ എന്നെ ഇങ്ങനെ ഒന്ന് ദയനീയമായി നോക്കി. എന്നെ വ്യക്തിപരമായി സന്ദർശിച്ചതായിരുന്നു. വ്യക്തിപരമായി ദൈവം സന്ദർശിക്കുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ലല്ലോ. അതിനുശേഷം ഞാൻ 6 മാസത്തെ പഠിത്തത്തിന് ശേഷം 10 ദിവസത്തെ അവധിക്ക് വേണ്ടി ഞാൻ വീട്ടിൽ വന്നു. ബസ് ഇറങ്ങുന്നത് എൻ്റെ മൂത്ത ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. മർത്തോമ സിറ്റി എന്ന് പറയും, നമ്മുടെ വടാട്ടുപറ മർത്തോമ സിറ്റി. അവിടെ ഇറങ്ങി എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ചേച്ചിയോടും പറഞ്ഞു, ലൂസി മോളെ, നീ മടത്തി പോകരുത്. അവള് വ്യക്തിപരമായി സന്ദർശനം പ്രാപിച്ച് അവള് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു, ചേച്ചി എന്നോട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഈ പാടുന്നത് കൊണ്ടും ചില കലകളൊക്കെ ഉള്ളത് കൊണ്ട് മഠത്തിലെ സിസ്റ്റേഴ്സിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ മഠത്തിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നെങ്കിലും ദൈവമായ കർത്താവ് എന്നെ നിലനിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ വടാട്ടുപുറ ചർച്ച് ഓഫ് ഗോഡിൽ രാജൻ എബ്രഹാം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നു. ഈ എൻ്റെ മൂത്ത ചേച്ചിക്ക് മർത്തോമ സിറ്റിയിൽ ഒരു ചെറിയ തുണിക്കടയുണ്ട്. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെ പത്രം ഇടും. അപ്പൊ രാജൻ എബ്രഹാം പാസ്റ്റർ പത്രം വായിക്കാനായിട്ട് അവിടെ വരും. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചി ചേട്ടൻ കാണാതെ ചേട്ടൻ തുണി എടുക്കാനൊക്കെ എറണാകുളത്തേക്ക് പോകുമ്പോ ചേച്ചി പാസ്റ്ററുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സംസാരിക്കുന്നിടയിൽ എൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായ അനുഭവം, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ ഉള്ള കാര്യം ഈ പാസ്റ്ററിനോട് പറഞ്ഞു. പാസ്റ്റർ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഓർക്കും, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് കയറിയായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ദിവസം ആരുടെ അനുവാദമില്ലാതെ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ആ മുൻവശത്തെ കസേരയിൽ വന്നിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരേ സ്ഥലം നീളത്തിൽ അതിൽ ഇങ്ങേറ്റത്താണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. അപ്പച്ചൻ അങ്ങേയറ്റത്ത് നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ കണ്ടുകൊണ്ട് അപ്പച്ചൻ വേഗത്തിൽ ഇങ്ങ് വന്നിട്ട് ഇങ്ങനെ വിരളി ചൂണ്ടിട്ട് പറഞ്ഞു, മേലാൽ നീ എൻ്റെ വീട്ടിൽ കയറിയാൽ നിന്റെ വയറ് ഞാൻ ചവിട്ടി പൊട്ടിക്കൂന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് വറച്ച് പറിക്കാത്തിരിക്കുകയാണ്. കാരണം അപ്പച്ചന്റെ സ്വഭാവം അനുസരിച്ച് അപ്പച്ചനെ അടിക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. അത്രയും പറഞ്ഞേച്ച് വേഗത്തിൽ അങ്ങ് പറമ്പിലോട്ട് പോയി. പാസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റില്ല. പാസ്റ്റർ കസറയിൽ തന്നെ ഇരുന്ന് ചില മിനിറ്റുകൾ ഞാനും ചേച്ചി ഓർക്കുക, ദൈവമേ പാസ്റ്റർ ഒന്ന് പോയായിരുന്നെങ്കിൽ, ഈ പാസ്റ്റർ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഞാനും ചേച്ചിയും കൂടെ പേടിക്കുക. പാസ്റ്റർ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പിന്നീട് ഞങ്ങൾക്കൊരു പുതിയ വീട് വെക്കുന്ന സമയത്ത് ഈ വയറ് ചവിട്ടി പൊട്ടിക്കും എന്ന് പറഞ്ഞ പാസ്റ്ററെ എൻ്റെ അപ്പച്ചൻ പോയി ആ ഉത്തരം വെപ്പിന്റെ അന്ന് എപ്പോഴാ പാസ്റ്ററോട് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ആ പാസ്റ്റർ പോയി ഉത്തരം വെപ്പിനെ വിളിച്ചോണ്ട് വന്ന് ആഹാരം കൊടുത്തു. അങ്ങനെ എൻ്റെ അപ്പച്ചനും അല്ലെങ്കിൽ ഈ പാസ്റ്ററുമായി ഭയങ്കര സ്നേഹത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോ പാസ്റ്റർ അപ്പൊ എല്ലാം പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലോ. അപ്പൊ അപ്പച്ചനോട് പറഞ്ഞു, കുഞ്ഞപ്പൻചേട്ടാ, പിന്നെ കത്തോലിക്കർക്കൊക്കെ പഠിക്കാവുന്ന ഒരു ബൈബിൾ കോളേജ് ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, കത്തോലിക്കർക്ക് പഠിക്കാവുന്നതാണോ പാസ്റ്റർ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി. ഞാൻ ബൈബിൾ സ്കൂളിൽ ചേർന്നു. ബൈബിൾ സ്കൂളിൽ ഇന്റർവ്യൂവിന് കൊണ്ടുവന്ന എൻ്റെ മൂത്ത സഹോദരൻ പൗലോസാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആരോ അപ്പച്ചനെ ഒറ്റി. അപ്പച്ചൻ വൈകുന്നേരം ചാരായം കുടിച്ചു വന്നിട്ട് തെറി വിളി അങ്ങ് തുടങ്ങി. വളരെ മോശമായി വാക്ക് പറഞ്ഞ് എൻ്റെ ആങ്ങളെ തെറി വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ മൂത്ത ആങ്ങളെ പറഞ്ഞു, ലൂസി, നീ ബൈക്കോളയിൽ പോണ കാര്യം ഇപ്പൊ ചിന്തിക്കണ്ട, എന്നെങ്കിലും നിനക്ക് അവസരം തന്നാൽ നീ പൊക്കോന്ന് പറഞ്ഞു. ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ വിശ്വാസത്തിൽ വന്നതിന്റെ പേരില് എൻ്റെ അപ്പച്ചനാണെങ്കിൽ എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു തണ്ടികയിൽ ഇങ്ങനെ മാറി താമസിക്കുകയാണ്. സമരമാണ്. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ പോകുന്നതിന്റെ തലേ രാത്രിയിൽ അത്രയും ദിവസം പുറകിലുണ്ടെങ്കിലും ദൈവജനമേ എൻ്റെ അനുഭവം പറയുകയാണ്, അത്രയും ദിവസമുണ്ടെങ്കിലും എൻ്റെ സഹോദരൻ ഒന്നും പറയുന്നില്ല. എനിക്ക് പിറ്റേ തിങ്കളാഴ്ചയാണ് പോകേണ്ടത്. ഞായറാഴ്ച രാത്രി എൻ്റെ മുറിയിൽ വന്ന് ലൂസി എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ ചെന്നപ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് ചോദിക്കുക, ലൂസി, നാളെയല്ലേ നിനക്ക് ബൈബിൾ കോളേജിൽ പോകേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. നീ നാളെ പോകണം. ഇവിടെ 7 കൊച്ചമ്മയുണ്ട്.
വിവാഹം കഴിക്കാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞമ്മ എന്റെ ആങ്ങളോട് പറഞ്ഞ കുഞ്ഞമ്മാമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇടമലയാർ റൂട്ടിൽ നിന്ന് തിരുവല്ല വഴി ഒരു ബസ് പോകുന്നുണ്ട്. ഒത്തിരി മൈലുകൾ നടന്നാൽ മാത്രമേ എനിക്ക് ആ ബസ് കിട്ടുകയുള്ളൂ. എന്നോട് പറഞ്ഞു, നീ കുഞ്ഞമാമ വരും, കുഞ്ഞമാമയുടെ കൂടെ നീ പൊക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയായി. പ്രഭാതത്തിലാണ് ആ ബസ്. അങ്ങനെ കുഞ്ഞമാമ വന്നു. എൻ്റെ പെട്ടിയും സാധനങ്ങളെല്ലാം ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു നിലാവുള്ള രാത്രി. അത് കഴിഞ്ഞപ്പോൾ മൂത്ത സഹോദരൻ പറയുക, ലൂസി നീ അപ്പച്ചനോട് പോകുവാന്ന് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അപ്പച്ചനോട് പോകുക എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അപ്പച്ചൻ തീർച്ചയായിട്ടും എൻ്റെ പെട്ടിയും വെട്ടും, അവിടെ ഉള്ളവരെ അടിക്കും. ഒരു നിലാവുള്ള രാത്രി മൂത്ത സഹോദരൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളോട് പിണങ്ങി വീടിനോട് ചേർന്നുള്ളൊരു തണ്ടിയിൽ അപ്പച്ചൻ സമരം ചെയ്ത് കിടക്കുകയാണ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൈക്ക് ഇങ്ങനെ തട്ടി. ഞാൻ ശബ്ദത്തിൽ പറഞ്ഞു, ഇവരെയും കേൾക്കണം, അപ്പച്ചാ അപ്പച്ചാ ഞാൻ പോകുവാന്ന് പറഞ്ഞു. രണ്ടാമത് എൻ്റെ അപ്പച്ചൻ്റെ കൈക്ക് തട്ടി, അപ്പച്ചാ ഞാൻ പോകുവാ. എൻ്റെ അപ്പച്ചൻ അന്ന് പ്രഭാതത്തിൽ ദൈവം ഗാഢ നിദ്ര കൊടുത്തു. എന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയതിന്റെ ആദ്യത്തെ അത്ഭുതമാണത്. അതിനുശേഷം ഞാൻ പോയി ബൈബിൾ സ്കൂളിൽ ചെന്നു. അപ്പൊ അന്ന് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ പോകുന്നത്. ഞാനപ്പോ ഇത് കിട്ടുകൊണ്ടിരുന്നപ്പോ എല്ലാവരും എന്നെ ഒരു നോട്ടപ്പുള്ളിയാക്കി, ഇതെങ്ങനെ ഇതിനകത്ത് വന്നു വെട്ടണം. പക്ഷേ എന്നിലുള്ള ഉണർവെന്ന് പറഞ്ഞ ഇന്ത്യ ഉണരണം, ആ ഉണർവോടെ ഞാൻ ചെന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ എന്റെ മൂത്ത സഹോദരൻ എനിക്ക് ഫീസ് തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഫീസ് തരാതെയായി. കരച്ചിലായിരുന്നു എൻ്റെ ആഹാരം. ദൈവത്തിന്റെ ജനമേ, മണിക്കൂറുകൾ ടെറസിന്റെ മുകളിലൊക്കെ പോയിരുന്ന മുഴങ്കാലം അടക്കി ദൈവത്തോട് നിലവിളിക്കും. ആരും ആശ്രയത്തിനില്ല. ബന്ധുമിത്രാദികൾ മുഴുവൻ എന്നെ വെറുത്തു. എന്റെ ബന്ധുമിത്രാദികളെല്ലാം ഈ പെരുമ്പാവൂര്, കോതമംഗലം, കോട്ടപ്പടി, കുറുപ്പമ്പടി, മലയാറ്റൂര്, ചേരാനല്ലൂര്, ഈ ഭാഗങ്ങളിൽ എന്റെ അപ്പച്ചന്റെ മുസ്ലിം ആൾക്കാർ താമസിക്കും. എല്ലാവരും തന്നെ റോമൻ കാത്തലിക്സ് ആണ്. ചുരുക്കഞ്ചിലെ ദൈവം അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ സ്കൂളിലായിരിക്കുമ്പോ ഞാൻ ഈ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ചെറിയ അറിവെന്റെ ദൈവം തന്നു. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞാൻ ടെറസിന്റെ മുകളിലൊക്കെ പോയി നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് ആരുമില്ല. അപ്പച്ചൻ കൈവിട്ടു. അമ്മച്ചി എനിക്ക് അനുകൂലമാണ്. എന്റെ കഴിഞ്ഞ രാത്രി വന്ന എന്റെ ചേച്ചി യേശുവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ നീ ജീവിക്കുന്ന ദൈവമെങ്കിൽ എന്നോട് സംസാരിക്കുക യേശുവേ. ടെറസിന്റെ മുകളിലൊക്കെ പോയി മുഴങ്കാലം അടക്കി ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിട്ട് ചോദിക്കും, യേശുവേ നീ മനുഷ്യർത്ത് സ്വർഗത്തിലേക്ക് പോയല്ലോ യേശുവേ, എന്നോട് സംസാരിക്കേ. അങ്ങനെ എന്റെ ജീവിതത്തിൽ യേശുവിന്റെ ശബ്ദം കേട്ട അതാണ് എന്റെ ധനം. എന്റെ യേശുവിന്റെ ശബ്ദം നേരിട്ട് കേട്ടതാണ് എന്റെ സമ്പത്ത്. ആ ഒരു ശബ്ദത്തിലാണ് ഞാൻ ആശ്രയിച്ച് ഇത്രയും കൊല്ലം നിലനിന്നത്. 9:30 വരെയാണ് ബൈബിൾ സ്കൂളിൽ സ്റ്റഡി. 9:30 സ്റ്റഡി കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ വേണ്ടി എന്റെ റൂമിൽ ചെന്നു. അന്ന് എനിക്ക് ഒത്തിരി നേരം പ്രാർത്ഥിക്കണം എന്നിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുകയാണ്. അല്ലാണ്ട് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു വരം എന്റെ ദൈവം എനിക്ക് തന്നിരുന്നു. മറ്റു ഗേൾസ് എല്ലാം ഉറങ്ങാൻ തുടങ്ങുന്നു. ഞാൻ എന്റെ ബെഡിന് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വളരെ നേരം പ്രാർത്ഥിച്ച് കരഞ്ഞ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നത്. ഇനി ഉറങ്ങാമെന്ന് ഓർത്ത് ഞാൻ എന്റെ ബെഡിൽ കയറി കിടക്കുകയാണ്. വേറെ 8 ഗേൾസ് ആ റൂമിൽ തന്നെ കിടപ്പുണ്ട്. അവരൊക്കെ മിക്കവാറും ഉറക്കത്തിലോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ആദ്യം അനുഭവപ്പെടുന്നത് എന്റെ ബെഡിന് ചുറ്റും ഒരു തണുത്ത കാറ്റടിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയപ്പെടുകയാണ്, ദൈവമേ എന്റെ ബെഡിന് ചുറ്റും ഇങ്ങനെ തണുത്ത കാറ്റടിക്കുന്നല്ലോ എന്നോർത്ത് ഇങ്ങനെ ഭയപ്പെട്ട് കിടക്കുമ്പോൾ എന്റെ പുറമെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കൈ അനങ്ങുന്നില്ല, പുറമെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. പെട്ടെന്ന് ഞാൻ ഹൃദയത്തിൽ ഭയപ്പെടുകയാണ്. കാരണം എന്റെ വീട്ടിലുള്ളവരെല്ലാം പ്രതികൂലമായതുകൊണ്ട്, എന്റെ അപ്പച്ചൻ എനിക്ക് പ്രതികൂലമായതുകൊണ്ട് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ ഞാൻ തളർവാദ രോഗിയായി, ഇനി എന്റെ അപ്പച്ചൻ എന്നെ പറ്റി എന്ത് പറയും എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ കിടക്കുന്നതിന് മുകളിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ കേൾക്കുന്നു, മകളെ ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ശബ്ദം കേട്ടതോടുകൂടി അയ്യോ ദൈവം ജീവിക്കുന്നൊരു ഭീതി ശരീരത്തിലേക്ക് അങ്ങ് വ്യാപരിച്ചു. കരിസ്മാറ്റിക്കിൽ പോയി പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അന്യഭാഷ കിട്ടിയിട്ടില്ല. ബൈബിൾ സ്കൂളിലാണെങ്കിൽ ആരാധന വെളിപ്പെടുമ്പോഴത്തേന് അന്യഭാഷ പറഞ്ഞ ഭയങ്കര ആരാധനയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്യഭാഷ കിട്ടാത്തത് കൊണ്ട്.
ഈ ശബ്ദം കേട്ട് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ ഇടതുവശത്തുനിന്ന് ഞാൻ കേൾക്കുന്നു, ദൈവം സംസാരിക്കാൻ പോകുന്നു, ദൈവം സംസാരിക്കാൻ പോകുന്നു 2 പ്രാവശ്യം. ഇത് കേട്ടപ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. കാരണം ഈ ശബ്ദം കേട്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ട് കഴിഞ്ഞു. ഇനി ദൈവം സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഭയത്തോടെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ, ദൈവം സംസാരിക്കുന്നു, ദൈവം സംസാരിച്ചാൽ അത് എങ്ങനെയായിരിക്കും എന്ന് എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ കിടക്കുന്ന ഇടതുവശത്ത് ഭിത്തിയുണ്ടല്ലോ, ഒരു കോർണറിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഞാൻ കേൾക്കുന്നത് 3 ഇടിയാണ്. നമ്മൾ ജനിച്ച പിന്നെ ഒത്തിരി ഇടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ അങ്ങനെയല്ല. ഓരോ ഇടി വെട്ടുമ്പോഴും ഞാനങ്ങ് മരിക്കുകയാണ്. ഭയം. 3ാമത്തെ ഇടി വെട്ടിത്തീരുകയും പുരുഷ സ്വരത്തിൽ എന്നോട് ചോദിക്കുന്നു, മകളെ, നിന്റെ ആത്മീയ ആരാധന എവിടെ എന്നൊരു ചോദ്യം. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞു. എന്റെ ദൈവം തന്നെ എന്നെ ഉറക്കി. ബൈബിൾ സ്കൂളിൽ 5 മണിക്കാണ് പ്രയറിന് ബെല്ലടിക്കുന്നത്. പ്രയറിന് ബെല്ലടിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. പക്ഷെ ദൈവശബ്ദം കേട്ടത് എന്റെ ശരീരം വളരെ വല്ലാത്ത ഒരു ബലഹീന അവസ്ഥയിലായിരുന്നു. എനിക്ക് പ്രയർ ഹാളിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. പ്രയർ ഹാളിൽ പ്രഭാത പ്രാർത്ഥനയുടെ പാട്ടും ആരാധനയും തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ബെഡിന് താഴെ മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യന്ത ശക്തി എന്റെ മേൽ വന്നു. അന്ന് ഇതൊന്നും അറിയത്തില്ല, പക്ഷെ ഇന്ന് എഫെസ്യ ലേഖനത്തോട് ചേർത്ത് പറഞ്ഞാൽ അത്യന്ത ശക്തി, ആ ഉയർപ്പിൻ വ്യാപാര ശക്തി, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തിയുടെ വ്യാപാരം അന്ന് പ്രഭാതത്തിൽ എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്ക് അന്യഭാഷ പറയുകയാണ്. അന്യഭാഷ പറഞ്ഞ് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു. അന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ മഹാകരുണയാൽ ചില കൃപാവര ശുശ്രൂഷയോടുള്ള അഭിഷേകം ദൈവം എൻ്റെ മേൽ പകർന്നു. പ്രവചനം, രോഗസൗഖ്യം, ഭൂതങ്ങളുടെ മേൽ അധികാരം, അങ്ങനെയുള്ള ചില കൃപാവര ശുശ്രൂഷയോടെ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഞാനാകുന്നു എന്ന് എന്നോട് ഇടപെടുമ്പോൾ എൻ്റെ പെട്ടിക്കകത്ത് ചില ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ. ആരും സഹായത്തിനില്ല. ദൈവശബ്ദം കേട്ട് രാവിലെ ഞാനാകുന്നു എന്ന് എന്റെ ദൈവം എന്നോട് ഇടപെട്ട പ്രഭാതം മുതൽ ദൈവത്തിന്റെ ദാസിമാരെ എന്റെ ദൈവം എന്നെ നടത്തുകയാണ്. അന്ന് മുതൽ ഒരു കുറവുമില്ലാതെ, പട്ടിണി കിടത്താതെ, പൈസയ്ക്ക് പൈസ, വസ്ത്രത്തിന് വസ്ത്രം, ഇതെല്ലാം ദൈവജനമാണ് തരുന്നത്. ശുശ്രൂഷയ്ക്ക് വിളിക്കും, ശുശ്രൂഷ കഴിയുമ്പോൾ എനിക്ക് പൈസ തരും, എനിക്ക് വസ്ത്രം തരും. ഇന്ന് ഞാൻ ഓർക്കുക, എനിക്കൊരു നല്ല സാരി ഉടുക്കാൻ ഭയങ്കര കൊതിയ. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ശകുന്തള എന്ന് പറഞ്ഞൊരു അമ്മാമ്മനോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആൻറ്റി എനിക്കൊരു പൊതി തരികയാണ്. അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് സാരിയാണ്. അത് ഞാൻ നിവർത്തിയപ്പോൾ ഭയങ്കര വിലയുള്ള സാരിയായിരുന്നു. അതിനുശേഷം എനിക്ക് കുടുംബജീവിതം നിന്നു. പാസ്റ്റർ ബാബു ജോർ ദൈവത്തിന്റെ മഹാകരുണയായ ശുശ്രൂഷയുള്ള ഒരു ദൈവദാസനെ ദൈവം എനിക്ക് തന്നു. ദൈവം ഭയങ്കരമായിട്ട് നടത്തി. ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി ജനത്തിലെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ദൈവത്തിന്റെ മഹാകരുണയാ എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഒരു കുറവുമില്ലാതെ എൻ്റെ ദൈവം എന്നെ നടത്തി. ഭൂമിയിൽ ഒരു വസ്തു ഉണ്ടാകുമെന്നോ ഭവനം ഉണ്ടാകുമെന്നോ ഒരു സ്വപ്നം പോലും ചിന്തിക്കാൻ കഴിയാത്ത എനിക്ക് ദൈവം ഭൂമിയിൽ സ്വന്തമായ വസ്തുവും ഭവനവും തന്നു. എന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചത്. ജോൺസ് മോൻ ഒരു മോളെ ദൈവം തന്നു. അവന്റെ ആക്സിഡന്റിന് ശേഷം ദൈവത്തിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു കുഞ്ഞിനെ കൂടെ തരണേ. ദൈവത്തിന്റെ മഹാകരുണയാൽ സോദരം ചെയ്യുന്ന ബിയുല മോളെ 2ാമത് പ്രഗ്നന്റ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ വലിയവൻ. ഈ സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ച് അന്യഭാഷ പ്രാപിച്ച് ജഡത്തിലേക്ക് ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് ആത്മാവിൽ ആരാധിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നമ്മുടെ ജഡ ശരീരത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് ആത്മനിറവുള്ള ശരീരങ്ങൾ മാറട്ടെ എന്നെ ജനത്തെ അനുഗ്രഹിച്ച് എന്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ അതിഭയാനകങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മുൾപ്പടർപ്പ് കത്തുന്നുവെങ്കിലും അത് കരിഞ്ഞു പോകുന്നില്ല എന്ന് തിരുവെഴുത്തിൽ പറയുന്ന പോലെ ദൈവം നാളിതുവരെയും നടത്തി. യഹോവയുടെ സാക്ഷികൾ ആ പുസ്തകം എഴുതുന്ന കാലത്താണ് ശക്തമായ വെള്ളിടി വെട്ടിയത്. മഴയില്ലാത്ത സമയത്ത് ഇടി വെട്ടുന്നതിനെയാണ് വെള്ളിടി വെട്ടുക എന്ന് പറയുന്നത്. പകൽ 2 മണിക്ക് നല്ല വെയിലത്ത് വെള്ളിടി വെട്ടി ലൂസി എന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. ദൈവം കരുണയാൽ വിടുവിച്ചു.
93 മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളത്ത് പാസ്റ്ററായിരിക്കുമ്പോൾ വർഷാവസാന പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിക്ക് വഴിത്തല മാറിയുള്ള ജോൺസൺ എന്നൊരു പയ്യൻ കൊണ്ടുവന്ന് ബോംബിട്ടു. ഒത്തിരി ഭയങ്കര സംഭവങ്ങൾ. പക്ഷേ ദൈവം കൃപയാൽ തൻ്റെ കരുണയിൽ ഞങ്ങളെ പരിപാലിച്ചു. സുവിശേഷത്തിന് വേണ്ടി 60 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് കൃപയാൽ നിലനിർത്തി. ഞങ്ങളുടെ കുഞ്ഞിന് ടോംസിന് ഭയങ്കര കാറപകടം പറ്റി. പക്ഷെ കൃപയാൽ ദൈവം നിലനിർത്തി. കർത്താവിന് വേണ്ടി തലമുറയിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ദൈവസ്നേഹത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.